അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ്. എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമ്മൾ അറിയേണ്ട കാര്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇഫ് ടു എലമെൻറ്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ദ മാസസ് ഓഫ് വൺ എലമെൻറ്റ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ ഹോൾ നമ്പേഴ്സ്. അപ്പോൾ എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? ഇഫ് ടു എലമെൻറ്റ്സ്, രണ്ട് എലമെൻറ്റ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക, എനി ടു എലമെൻറ്റ്സ്, സേ കാർബൺ ആൻഡ് ഓക്സിജൻ. ഞാൻ രണ്ട് എലമെൻറ്റ്സ് സെലക്ട് ചെയ്തു. അങ്ങനെ ചുമ്മാ എലമെൻറ്റ്സ് സെലക്ട് ചെയ്താൽ ഏതെങ്കിലും എലമെൻറ്റ്സ് സെലക്ട് ചെയ്താൽ പറ്റില്ല. അതിന് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്തൊക്കെ കണ്ടീഷനാണ് പറയുന്നത്? അതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ, ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. ഇവർ രണ്ടുപേരും കമ്പൈൻ ചെയ്തിട്ട് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കി, യെസ്, എനിക്ക് രണ്ട് കോമ്പൗണ്ട് കിട്ടി, കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, കുഴപ്പമില്ല. ഇനി എന്താ വേണ്ടത്? സെക്കൻഡ് കണ്ടീഷൻ, ദ മാസസ് ഓഫ് വൺ എലമെൻറ്റ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ്. ഇതിൽ ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കണം. അപ്പോൾ ഞാൻ രണ്ട് കോമ്പൗണ്ട്സിലും ഓരോ എലമെൻറ്റ്സിൻ്റെയും മാസ് നോക്കുകയാണ്. അപ്പോൾ കാർബണിൻ്റെ മാസ്, കാർബൺ മോണോക്സൈഡിനകത്ത് കാർബൺ ഒരെണ്ണേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 12 യൂണിറ്റ്സ് ആണ്. കാർബൺ ഡയോക്സൈഡിനകത്ത് മാസ് കാർബണിൻ്റെ എന്ന് പറഞ്ഞാൽ അതും 12 യൂണിറ്റ്സ് ആണ്. രണ്ടിടത്തും ഒരു കാർബണേ ഉള്ളൂ. സോ ആ കണ്ടീഷനും നമ്മുടെ സാറ്റിസ്ഫൈ ചെയ്തു, ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നു ദ മാസസ് ഓഫ് വൺ എലമെൻറ്റ് that combine with a fixed mass of the other element are in the ratio of small whole numbers. അങ്ങനെയാണെങ്കിൽ അടുത്ത എലമെൻറ്റ്, അതായത് ഫിക്സഡ് മാസ് അല്ലാത്ത മറ്റേ എലമെൻറ്റ്, അതാരാണ്? ഓക്സിജനാണ്. ആ ഓക്സിജൻ്റെ മാസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡിൽ ഓക്സിജൻ്റെ മാസ് ഒരെണ്ണം, ഒരേ ഒരു ഓക്സിജനേ ഉള്ളൂ, അപ്പോൾ 16 യൂണിറ്റ്സ് ആണ്. കാർബൺ ഡയോക്സൈഡിൽ ഓക്സിജൻ്റെ മാസ് 2 പേരുണ്ട്, അപ്പോൾ 2 പേരാകുമ്പോൾ 32 യൂണിറ്റ്സ് ആണ്. ഈ റേഷ്യോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ അല്ലെങ്കിൽ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്നാണ് പറയുന്നത്. 16:32 എന്ന് പറയുന്നത് 1:2 എന്ന് പറയുന്ന റേഷ്യോ ആണ്, കറക്റ്റാണ്. ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ആണ് നമുക്ക് കിട്ടിയത്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, രണ്ട് എലമെൻറ്റ് സെലക്ട് ചെയ്യുക, ആ രണ്ട് എലമെൻറ്റ്സ് കമ്പൈൻ ചെയ്ത് ഒന്നിലധികം കോമ്പൗണ്ട്സ് ഫോം ചെയ്യാൻ പറ്റണം, അതൊരു കണ്ടീഷനാണ്. ആ രണ്ട് കോമ്പൗണ്ട്സിൽ അല്ലെങ്കിൽ ആ എത്ര കോമ്പൗണ്ട്സ് ഉണ്ടോ അത്രയും കോമ്പൗണ്ട്സിനകത്തും ഒരു എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആയിരിക്കണം, അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ അടുത്ത എലമെൻറ്റ്, അതായത് ഫിക്സഡ് മാസ് അല്ലാത്ത എലമെൻറ്റ്, അതിൻ്റെ മാസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എത്ര കോമ്പൗണ്ട്സ് ഉണ്ടോ അത്രയും കോമ്പൗണ്ട്സിലും അതിൻ്റെ മാസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഓക്കെ, അപ്പോൾ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്ത ആരാണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പ്രപ്പോസ് ചെയ്തത് ഡാൽട്ടൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്, ഡാൽട്ടൺ. അപ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് നോക്കിയ പോലെ ഇതുപോലെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇനിയും നോക്കാം. സേ ഹൈഡ്രജൻ ഓക്സിജൻ എടുക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറയുന്നത് ഹൈഡ്രജൻ ഓക്സിജനാണ്. ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന രണ്ട് എലമെൻറ്റ്സ് എടുത്തു, നിങ്ങൾക്ക് രണ്ട് കോമ്പൗണ്ട്സ് സെലക്ട് ചെയ്യാം, H2O, H2O2, ഹൈഡ്രജൻ പെറോക്സൈഡും വാട്ടറും, അല്ലേ? H2O എന്ന് പറയുന്നത് വാട്ടർ, H2O2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ മാസ് ഫിക്സഡ് ആണ്, അല്ലേ? 2 യൂണിറ്റ്സ് ആണ് രണ്ടിലും ഹൈഡ്രജൻ്റെ മാസ് വരുന്നത്. ഓക്സിജൻ്റെ മാസ് നോക്കുക, അഗെയിൻ 16:32 ആണ് വരിക, അതായത് 1:2. സോ ഇവർ രണ്ടുപേരും ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ഒബേ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റേറ്റ്മെൻറ്റ് ഇത്തിരി വലുതാണ്, അപ്പോൾ ഇതുപോലെ തന്നെ പഠിക്കുക. ഇഫ് ടു എലമെൻറ്റ്സ് ക്യാൻ കമ്പൈൻ ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്, ദ മാസസ് ഓഫ് വൺ എലമെൻറ്റ് ദാറ്റ് കമ്പൈൻ വിത്ത് എ ഫിക്സഡ് മാസ് ഓഫ് ദി അതർ എലമെൻറ്റ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് സ്മോൾ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.